ഹലോ, സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പൈനാപ്പിൾ സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുള്ളൂ. പൈനാപ്പിൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ വേണം കേട്ടോ എടുക്കാനായിട്ട്, എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ പൈനാപ്പിൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പം തീരെ ചെറുതോ അല്ലെങ്കിൽ നല്ല പോലെ വലുപ്പത്തിലോ കട്ട് ചെയ്ത് ഏകദേശം ഒരു മീഡിയം ടൈപ്പിൽ വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്, എങ്കിലേ കഴിക്കാനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ തൊലി കളയുന്നതിന് മുൻപ് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. തൊലി കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയില കൂടി എടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു പച്ചമുളക് മതിയാകും. ഇതേപോലെ എല്ലാം കൂടി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രയാണോ ഉപ്പ് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ പൈനാപ്പിളിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കൈവച്ച് ഇങ്ങനെ കുടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം തന്നെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വിനാഗിരിയോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.